നമുക്ക് ഈ ലുക്കിലേക്കൊന്ന് റെഡിയാവാം. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ അടിച്ചു കൊടുക്കുന്നത് ടോണറാണ്. ടോണർ അടിച്ചിട്ട് ഈ ഫാൻ വെച്ചിട്ട് നല്ലപോലെ ഉണക്കിയിട്ടേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. ഓരോ സ്റ്റെപ്പിന് ശേഷവും ഞാൻ ആ ഫാൻ വെച്ചിട്ട് നല്ലപോലെ മുഖം ഉണക്കും. അതിന് ശേഷം അല്ലെങ്കിൽ അപ്പം തന്നെ വേർത്ത് കുളിക്കും. അപ്പോൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു കൊട്ട വെയിലത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ BB ക്രീം, കൺസീലറും ഫൗണ്ടേഷനും ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഇങ്ങനെ മുഖത്തിൻ്റെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് നോക്കി. ഐബ്രോസ് കണ്ണാടി നോക്കിയാണ് ഫിൽ ചെയ്തത്. എന്നിട്ടും ദിഗംബറിനെ പോലെ ആയിട്ടുണ്ട്. അതിനുശേഷം മാഴ്സിൻ്റെ ഒരു ബേസിക് പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പിങ്ക് ഷാഡോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കോപ്പർ കളറിലെ ഷിമ്മറും കൂടി ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് ഇതിന് മാച്ചായി എന്നാണ് എൻ്റെ ഒരു വിചാരം. അതിനുശേഷം ജസ്റ്റ് ഒരു വിങ്ങിട്ട് ഐലൈനർ വെച്ച് കൊടുത്തു. എൻ്റെ മുഖത്ത് നല്ല വീർത്തിരിക്കുകയാണ്, കാരണം നല്ല ഉറക്കക്ഷീണുണ്ട്. തലേ ദിവസം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ദെൻ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് ഞാനങ്ങ് ഡാബ് ചെയ്യുന്നതിന് വരെ അങ്ങ് തൂത്തങ്ങ് എടുത്തിട്ടുണ്ട് സ്പഞ്ചിലോട്ട്. അതിനുശേഷം ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മുഖത്ത് ബ്ലഷ് ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് മസ്കാര ഇട്ടിട്ട് കുറച്ചുകൂടി ബ്ലഷ് ഇട്ടു. പിന്നെ കയ്യിൽ കിട്ടിയ ലിപ് ഷെയ്ഡൊക്കെ വാരി വലിച്ച് മിക്സ് ചെയ്ത് ഒരടിപൊളി ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തു. അടിപൊളിയെന്നാണ് എൻ്റെ തന്നെ വിചാരം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ പെട്ടെന്നൊരു ജസ്റ്റ് ഒരു ഹെയർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓർണമെൻറ്റ്സേക്ക് കടന്നു. ആദ്യം തന്നെ വള, മോതിരം, മാല, പിന്നെ കമ്മൽ എനിക്ക് ഇതിനകത്തേക്ക് മാച്ച് ആവില്ല എന്ന് ഫീൽ ചെയ്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാച്ചും ഇതിൻ്റെ ഒപ്പം ഈ ബ്രേസ്ലെറ്റ് ഇട്ടപ്പോഴേക്കും നമ്മളുടെ ലുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ആളെപ്പോലെ നല്ല ഒരുങ്ങി നിൽക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. നാളെ